ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്നത് മൊത്തം ഊർജ്ജമാണ്, നമുക്കറിയാമല്ലോ. ഇന്നിപ്പോൾ ശാസ്ത്രമാണ് വളരെ ഏകദേശം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൂർവികർ, നമ്മുടെ ഉപനിഷത്തുകളൊക്കെ ആദ്യകാലം തന്നെ പറഞ്ഞ് വളരെ വ്യക്തത വരുത്തിയിട്ടുള്ള സത്യം കൂടെയാണ്. ഊർജമാണ് സകലത്, പലതരത്തിലുള്ള ഊർജ്ജമാണ്. നമ്മുടെ ശരീരം എന്താണ്? ബയോ കെമിക്കൽ ഊർജ്ജമാണ്, അല്ലേ? അതുപോലെ ഈ മാറ്റർ എന്ന് പറയുന്നതൊക്കെ കെമിക്കൽ തരത്തിലുള്ള ഊർജ്ജമാണ്. അത് മോളിക്യൂൾസ് ആയി മാറുമ്പോൾ വ്യത്യസ്ത പദാർത്ഥങ്ങൾ ആവുന്നു, അല്ലേ? അപ്പം ഇങ്ങനെ ഇവിടെ ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള സകലതും ശരിക്കും കണ്ടൻസ്ഡ് ഫോം ഓഫ് എനർജി എന്ന് പറയാം. ഈ മാറ്റർ ഈസ് എ കണ്ടൻസ്ഡ് ഫോം ഓഫ് എനർജി. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് നമുക്കറിയാം വളരെ അതിസൂക്ഷ്മമാണ്. മനസ്സ് എന്ന് പറയുന്നതിന് നമ്മൾ കണ്ടിട്ടില്ല, അനുഭവിച്ചറിയുന്നേ ഉള്ളൂ. പക്ഷെ ശരീരത്തെ നമുക്ക് കാണാനും തൊടാനും ഒക്കെ സാധിക്കുന്നു. കാരണം ശരീരം കണ്ടൻസ്ഡാണ്, അത് മാറ്ററായി. അപ്പം ഈ മനസ്സും ശരീരം തമ്മിൽ വേർതിരിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മനസ്സും ശരീരവും ഒന്നാണ്. നമുക്ക് ബോഡി മൈൻഡ് എന്ന രീതിയിൽ വേണം അതിനെ സംബോധന ചെയ്യേണ്ടത്. ശരിക്കും ബോഡി വേറെ, മൈൻഡ് വേറെ അല്ല. ഇതിനെ ഒന്നിനെ വേറൊന്നുമായിട്ട് മാറ്റി ഒരു നിലനിൽപ്പും ഇല്ല. നമുക്കറിയാം നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം, നമ്മുടെ മനസ്സ് പോകുന്നപ്പോഴാണ് നമ്മുടെ ജീവിതം അവസാനിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമ്മളില്ലാതാവും. നമ്മുടെ ജഡശരീരമാണ് അവിടെ. ആ ജഡശരീരത്തിന് അവിടെ പറഞ്ഞ മാറ്റം, അതിനകത്ത് വ്യക്തിത്വമില്ല, അല്ലേ? അപ്പം നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മളെ നിലനിർത്തുന്നത് ഈ ഒന്നായി ഇരിക്കുന്ന അവസ്ഥയിലാണ്. ഇവിടെ ഒരു ഇൻറ്റിഗ്രേഷൻ സംഭവിക്കുന്നുണ്ട്. എന്താണ്? നമ്മുടെ ശരീരവും മനസ്സും എന്ന് പറയുന്ന ഈ ഘടകങ്ങളായ ഈ ഊർജ്ജങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് അവിടെ തന്നെ. ഈ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിന് ഒരു ഡിസിൻറ്റിഗ്രേഷൻ അതിനകത്ത് സംഭവിക്കുന്ന എപ്പോഴാണ്? നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ അജ്ഞതകൾ, അറിവില്ലായ്മകൾ, നമ്മളുടെ ആശങ്കകൾ, ഭയങ്ങൾ, ഇതെല്ലാം നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മളിൽ ഒരു ഡിസിൻറ്റിഗ്രേഷൻ ഉണ്ടാവും. നമ്മുടെ ശിരോകേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ഊർജ്ജം ചിലപ്പോൾ കൂടിയിരിക്കും, ഹൃദയകേന്ദ്രത്തിൻ്റെ ഭാഗത്ത് കുറഞ്ഞിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഇതാണ് വ്യത്യസ്ത തരത്തിലുള്ള മനുഷ്യരെ രൂപപ്പെടുത്താൻ കാരണമാകുന്നത്. അപ്പം ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ശിരോകേന്ദ്രിത ഭാഗത്ത് ഒരു വ്യക്തിക്ക് ഒരു നിശ്ചിത അളവിൻ്റെ ഊർജ്ജമുണ്ട് എന്ന് വിചാരിക്കാം. ഉദാഹരണം നമ്മൾക്ക് പറയുന്നത് ഒരു 600 യൂണിറ്റ് ഊർജ്ജമുണ്ടെന്ന് വിചാരിക്കാം. ഹൃദയകേന്ദ്ര ഭാഗത്ത് വെറും 200 യൂണിറ്റ് ഊർജ്ജമേ ഉള്ളൂ. ആ വ്യക്തി ജീവനോടുണ്ട്, ആ വ്യക്തിക്ക് വ്യക്തിത്വമുണ്ട്, എല്ലാം കാണും. പക്ഷെ എന്തായിരിക്കും അവിടെ അറിയാം? ആ വ്യക്തിയുടെ ഊർജ്ജം ഇവിടെ തമ്മിൽ വലിയ അന്തരമുണ്ടല്ലോ. 3 മടങ്ങാണ് ഇവിടെ കൂടുതൽ, അല്ലേ? അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിത്വത്തിലൊരു വൈകല്യം സംഭവിക്കും. ഹി വിൽ ബി ആൻ എക്സ്പ്ലോയിറ്റർ. ആ വ്യക്തി ചൂഷകനായി മാറും. അതിയായ ബുദ്ധിമാനായിരിക്കും, അതിയായ സാമർഥ്യമുണ്ട്, പക്ഷേ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ആളായി മാറും. ഹൃദയവിശാലതയുടെ കുറവുണ്ട്. ഇത് നേരെ തിരിച്ചാണ് നോക്കാം നമുക്ക്. ഇവിടെ 600 ശിരോകേന്ദ്രത്തിൽ 200 ഉള്ള ഒരാൾക്ക് അതിയായ വിശാല മനസ്കനായിരിക്കും, നന്മയുള്ളവനായിരിക്കും, ശുദ്ധിയുള്ളവനായിരിക്കും, സത്യസന്ധത ആത്മാർത്ഥതയ്ക്ക് അതിയായ മൂല്യം കൊടുക്കുന്ന വ്യക്തിയായിരിക്കും, ഹൃദയശുദ്ധിയുണ്ട്. പക്ഷേ ശിരോകേന്ദ്രത്തിൽ വേണ്ടത്ര കാര്യം ഊർജ്ജമില്ല. ആ വ്യക്തി എന്താവും? മറ്റുള്ളവർ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആദ്യം പറഞ്ഞ ചൂഷകൻ, ആ ചൂഷകർക്ക് ഇരയാവുന്ന ആളായി മാറും. അപ്പം നമ്മളുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ഉള്ളതിൽ പ്രധാനമായിട്ട് വരുന്നത് ഒരു കൂട്ടം ആളുകൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്തു, ഒരു കൂട്ടം ആളുകൾ ചൂഷണത്തിന് ഇരയാവുന്നു, അല്ലേ? നമുക്ക് വേണ്ടത് എന്താണ്? ബാലൻസ്ഡായ അവസ്ഥയാണ്. ഒരു വ്യക്തി ഇവിടെ 400 ആണെങ്കിൽ കുറേയില്ലെങ്കിൽ 300 ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ ഇംബാലൻസ് ഇല്ലെന്ന് പറയാം. അത്തരത്തിൽ വ്യക്തിത്വങ്ങൾ വേണം. ആ ഒരു പോരായ്മ ഇന്നിപ്പോൾ ലോകത്ത് നിലനിൽക്കുകയാണ്. നമ്മുടെ ഈ ഊർജ്ജം ഇൻറ്റിഗ്രേറ്റഡ് റിയാക്ടർ, ഇപ്പം നമ്മൾ പറഞ്ഞില്ല ഈ ഊർജ്ജത്തിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ
നമ്മൾ ഈ പറഞ്ഞ ചെസ് കമ്പിൾ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിനകത്ത് നിരന്തരമായ ഉപയോഗത്തിലൂടെ നമുക്ക് കൈവരുന്നത് നമ്മുടെ ഈ ഇംബാലൻസ് മാറ്റാനുള്ള ഒരു സഹായം ബാഹ്യത്തിൽ നിന്ന് ലഭിക്കുകയാണ്. ഇവിടെ നമ്മൾ പിന്നെ നേരത്തെ ഇവിടെ സംസാരിച്ച ഒരു വ്യക്തി പറഞ്ഞില്ലേ, ഞാൻ രാജയോഗ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞു. ചെസ് കമ്പിൾ പറഞ്ഞതാണ് ശരിയാണ്. രാജയോഗ ചെയ്യുന്നവരാണ്, ഏത് തരം യോഗ ചെയ്യുന്നവർ, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും, ഏത് തരം പ്രാർത്ഥന സ്വീകരിക്കുന്നവരോ, ഏത് സാധന ചെയ്യുന്നവരോ, ഇങ്ങനെയുള്ള ആളുകളായിരിക്കാം. അവർ എന്ത് മാർഗം സ്വീകരിച്ചാലും ചെസ് കമ്പിളും കൂടെ അതിനോടൊപ്പം അവർ ഉപയോഗിക്കുന്നു എന്ന് വരുമ്പോൾ അവരുടെ ഈ ഇംബാലൻസ് മാറിക്കിട്ടും. അവരുടെ ഈ സൂക്ഷ്മതല ഊർജം, അതിനെ ഞാൻ കൂടെ പൂർണ്ണമായിട്ട് ചോദിച്ചതിന് വിശദീകരിച്ചിട്ടില്ല. പ്യുവർ ലൈഫ് എനർജി എന്ന് പറയുന്ന ഒരു എനർജിയുണ്ട്. ആ പ്യുവർ ലൈഫ് എനർജിയിൽ നമുക്ക് ആണ് നെഗറ്റീവ് പോസിറ്റീവ് ബാലൻസിൽ എന്നൊക്കെ പറഞ്ഞ അവസ്ഥകൾ. അതിൽ നെഗറ്റിവിറ്റി കുറയുകയും പോസിറ്റിവിറ്റി കൂട്ടുകയും ഇവയുടെ തമ്മിലുള്ള ബാലൻസ് നിലനിർത്തുകയും ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ആ ഒരു തരത്തിലുള്ള സൂക്ഷ്മ തലത്തിലെ ഇൻറ്റിഗ്രേഷനാണ് മെയിൻ. പക്ഷെ അതിലൂടെ നമുക്ക് ബാഹ്യതലത്തിൽ നമ്മുടെ ജീവിതം, നമ്മുടെ വ്യക്തിത്വത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സംസാരത്തിലൊക്കെ മാറ്റം വരും. അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ ഇൻറ്റിഗ്രേഷൻ ഓഫ് സൂക്ഷ്മ തലത്തിലെ പൂർണ്ണ നമ്മുടെ ഓരോരുത്തരും